Hi guys, welcome back. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ടുള്ളത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് എങ്ങനെ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ക്യാഷ് നേടാമെന്ന്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നല്ല ഏതൊരു സോഷ്യൽ മീഡിയയിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് നേരം റിസ്ക് എടുക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വർഷത്തോളം റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ 2 മാസം 3 മാസം തുടങ്ങി ഒരുപാട് ദിവസങ്ങളോളം ചിലപ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കുറച്ചെങ്കിലും റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു വീഡിയോ തുടർച്ചയായി കണ്ടാൽ മതി. അപ്പോൾ കൂടുതലായി പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടേ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ട്രിക്ക് എന്ന് പറയുന്നത് പ്രൊമോട്ട് ഓതർ പേജ് ത്രൂ ഇൻസ്റ്റാഗ്രാം. അതായത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു 2000-3000 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നല്ല റീച്ച് കിട്ടുന്ന ഒരു അക്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് അക്കൗണ്ടുകളെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് അധികവും സാധിക്കുക ട്രോൾ പേജ് ഉള്ളവർക്കാണ്. നിങ്ങളെന്നെ കണ്ടു കാണും, ഓരോ ട്രോൾ പേജും മറ്റൊരു ട്രോൾ പേജിനെ അല്ലെങ്കിൽ മറ്റൊരു അക്കൗണ്ടിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. നിങ്ങളെന്നെ ജസ്റ്റ് ഒന്ന് നോക്കി ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ട്രോൾ പേജുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നല്ല കിടക്കാച്ച ട്രോളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന ട്രോൾ പേജിനെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മറ്റ് ട്രോൾ പേജുകൾ എന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്കും പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ട്രോൾ പേജിൽ നിന്നല്ല, നിങ്ങൾക്ക് മറ്റൊരു അക്കൗണ്ടൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. ഇത് പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. ഇതിങ്ങനെ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 3000-5000 ഫോളോവേഴ്സെങ്കിലും വേണം, എങ്കിലേ മറ്റുള്ളവർ നിങ്ങളോട് പ്രൊമോഷൻ ചോദിക്കുകയുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞ ഏറ്റവും ടോപ്പായിട്ട് ഒരു ട്രോൾ പേജ് ഉള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. അതുവഴി നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നല്ലൊരു എമൗണ്ട് തന്നെ ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് മേക്ക് ഓർഗാനിക് ഫോളോവേഴ്സ് ആൻഡ് സെൽ ദ അക്കൗണ്ട്. നല്ല ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിനെ നേടിയെടുക്കുക, എന്നിട്ട് ആ ഒരു അക്കൗണ്ട് മറിച്ചു വെക്കുക എന്നതാണ് ഏറ്റവും ടോപ്പായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഏൺ ചെയ്യാവുന്ന ഒരു മെത്തേഡ്. നിങ്ങളുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിന് ഒരു 3000-4000 ഒക്കെ ഫോളോവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് അങ്ങനെ അക്കൗണ്ടുകൾ തിരഞ്ഞു നടക്കുന്നവരുണ്ട്. അവർക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള എമൗണ്ടിന് ആ ഒരു അക്കൗണ്ട് തിരിച്ചു വെക്കുക അല്ലെങ്കിൽ മറിച്ചു വെക്കുക. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളിപ്പോൾ എൻ്റെ അക്കൗണ്ടാണ് കൊടുത്തത് നമ്മൾ എന്ത് ചെയ്യുമെന്ന്. നിങ്ങളുടെ ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി യൂസ് ചെയ്യുന്ന അക്കൗണ്ടിൻ്റെ കൂടെ തന്നെ മറ്റൊരു അക്കൗണ്ടും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കൊണ്ട് നടക്കുക. എന്നിട്ട് ഒരു 2 മാസം, ചിലപ്പോൾ 2 മാസം 3 മാസം 4 മാസമൊക്കെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഓർഗാനിക്കായിട്ട് ഫോളോവേഴ്സ് നേടാൻ സാധിക്കുക. ആ മെത്തേഡെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു അക്കൗണ്ടിന് യൂസ് ചെയ്യുക. അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിന് ഏൺ ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിന് ഏൺ ചെയ്യാനുള്ള ട്രിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, എല്ലാവർക്കും പറ്റൂല എന്ന് ഒരിക്കലും വിചാരിക്കരുത്, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ പറഞ്ഞ മാതിരി ഞാൻ 1 വർഷത്തോളം യൂട്യൂബിൽ ഇപ്പോൾ ഇത്ര റിസ്ക് എടുത്തിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ എന്ത് ചെയ്യുക, ഒരു ഫോളോവേഴ്സ് ഒരു അക്കൗണ്ട് മാത്രമല്ല, 10 ചുരുങ്ങിയൊരു 10 അക്കൗണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അതിൽ ഓർഗാനിക് ആയിട്ടുള്ള ഫോളോവേഴ്സിന് നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒരു 4000 ഫോളോവേഴ്സ് ആയാൽ മതി. എങ്കിൽ തന്നെ ആ ഒരു അക്കൗണ്ട് വാങ്ങാൻ ആൾക്കാരുണ്ടാവും. എന്നിട്ട് നൈസായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് ഒന്ന് വിൽക്കുക. ഇങ്ങനെ വിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കുഴപ്പമില്ലാത്ത സംഖ്യ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്തെന്ന് അറിയാത്തവർക്ക് ഞാൻ എന്താണെന്ന് ഡീപ്പായിട്ട് തന്നെ പറഞ്ഞു തരാം. ഇതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളിപ്പോൾ ആമസോണിലാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആമസോണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അഫിലിയേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങി, ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് അഫിലിയേറ്റഡ് ലിങ്കിലൂടെയാണ്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ആമസോൺ അക്കൗണ്ട് ചെന്നിട്ട് ആ ഒരു പ്രോഫിറ്റ് ലിങ്ക് ആക്കി മാറ്റുക. ആ അക്കൗണ്ട് ചെന്നിട്ട് പ്രോഫിറ്റ് ലിങ്ക് ആക്കി മാറ്റിയതിന് ശേഷം ആ ലിങ്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ വീഡിയോയുടെ താഴെ ഇപ്പോൾ ഒരുപാട് നിങ്ങൾ കണ്ടു കാണും, ഇവരങ്ങനെ മൈ ഗാഡ്ജറ്റ്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടോ ഡിസ്ക്രിപ്ഷനിൽ. സാധാരണ അവർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള എല്ലാ ഗാഡ്ജറ്റ്സും അല്ലെങ്കിൽ മിക്ക യൂട്യൂബേഴ്സും കൊടുത്തിട്ടുണ്ടാവുക അവരുടെ അഫിലിയേറ്റഡ് ലിങ്ക് ആയിരിക്കും. അതായത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും അത് പർച്ചേസ് ചെയ്താൽ അതിൻ്റെ 1% അല്ലെങ്കിൽ ഇത്ര % കമ്മീഷൻ എന്ത് ചെയ്യും, ആ ഒരു യൂട്യൂബറിന് കിട്ടും. ഇതേ മെത്തേഡ് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഓരോ പ്രൊഡക്റ്റുകളും ചെയ്യുക, വാങ്ങണമെന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഇമാജിനിൽ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് ചെയ്യുക, ഒരു പുതുതായിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ഗാഡ്ജറ്റ്സ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഗാഡ്ജറ്റ്സുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇമേജുകൾ ഇടുക. എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് എന്ത് ചെയ്യുക, താഴെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ബയോയിൽ ഇന്ന സാധനം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ബയോയിൽ കൊടുക്കുക. അപ്പോൾ ആരെങ്കിലും ആ ലിങ്കിൽ കയറി ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു കമ്മീഷൻ കിട്ടുന്നതാണ്. പക്ഷേ ഇതിനും നിങ്ങളുടെ അക്കൗണ്ടിന് റീച്ച് വേണം. ഇനി റീച്ച് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മുടക്കിയതിന്
ശേഷം നിങ്ങളുടെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ആ ഒരു അക്കൗണ്ടിലോട്ട് വരികയും ഇതുവഴി നിങ്ങൾക്ക് റീച്ച് കിട്ടുകയും ആൾക്കാർ അത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ ഒരു ലിങ്കുമായി ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഇന്ന പെർസെൻറ്റേജ് അല്ല ഓരോന്നിനും ഓരോ പെർസെൻറ്റേജ് ഉണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്നതാണ്. നാലാമത് എന്ന് പറയുന്നത് സ്പോൺസർഷിപ്പ് എന്നാണ്. സ്പോൺസർഷിപ്പ് നമുക്ക് അറിയാവുന്ന പോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്ത് ചെയ്യുക, പുതുതായിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ അവർ പ്രൊമോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ആയാലും മതി, അതായത് നിങ്ങൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം പുതിയ വന്നൊരു ആപ്ലിക്കേഷനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷന് വേണമെന്നില്ല, ഓരോ കമ്പനികളുടെ പുതുതായിട്ട് വന്ന ഡിവൈസുകൾ ഗാഡ്ജറ്റ്സുകൾ ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നമ്മൾ ചുരുക്കി പറഞ്ഞ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ചെയ്ത് അതേപോലെ തന്നെ നിങ്ങളൊരു പേജ് ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മറ്റു പല കമ്പനികളും, അതായത് നിങ്ങൾ പറഞ്ഞ മാതിരി എല്ലാവരും നിങ്ങൾക്ക് അത്യാവശ്യം റീച്ച് വേണം. പലരും കൊടുക്കും 300-400 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതൊക്കെ വെറുതെയാണ്. അങ്ങനെ ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല റിസ്ക് ഉണ്ടാവും. ചുരുങ്ങിയ നിങ്ങൾക്ക് ഒരു 2000-3000 ഫോളോവേഴ്സെങ്കിലും വേണം, എങ്കിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നമ്മൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു പേജ് ഉണ്ടാക്കുക. നിങ്ങൾ ഓരോ പ്രൊഡക്റ്റുകളും, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഇപ്പോൾ പുതുതായിട്ട് ഒരു വാച്ചൊക്കെ ഇറക്കി പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്യാതെ കൊടുക്കരുത്. നേരത്തെ ഫോട്ടോ കൊടുക്കാൻ പറഞ്ഞ മാതിരി, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ പറ്റില്ല. നിങ്ങൾ പർച്ചേസ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തെങ്കിലും ഒരു റിവ്യൂ ചെയ്യുക. ഏറ്റവും ബെറ്റർ പറഞ്ഞ മാതിരി ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. എന്നത് ഈ വാച്ചിനെ കുറിച്ച് ഇത്ര കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക, അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങൾ റിവ്യൂ ചെയ്യുന്നത്, അതായത് ആദ്യമൊക്കെ നിങ്ങൾ കുറച്ച് ക്യാഷ് മുടക്കിയതിന് ശേഷം വേണ്ടി ഒരു റിവ്യൂ പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങൾ ഈ റിവ്യൂ ചെയ്യുന്നത് അതാത് കമ്പനികൾ എന്ത് ചെയ്യും കാണും. ഇങ്ങനെ കമ്പനികൾ കാണുമ്പോൾ ഇങ്ങനെ കമ്പനികൾ എന്ത് ചെയ്യും മെൻഷൻ ചെയ്യണം. നിങ്ങൾ ഏത് കമ്പനിയുടെ വാച്ചാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണോ വാങ്ങിയിട്ടുള്ളത് ആ ഒരു കമ്പനിയെ നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക. അപ്പോൾ ആ ഒരു കമ്പനി നിങ്ങളുടെ ആ വീഡിയോ കാണുകയും അതുമായി അവർക്ക് ആ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഫ്രീ ആയിക്കൊണ്ട് തന്നെ റിവ്യൂ പ്രോഡക്റ്റ് അയച്ചു തരുന്നതാണ്. ഈ ഒരു കമ്പനി എന്നല്ല, അപ്പോൾ മറ്റു കമ്പനികളൊക്കെ ഇതേപോലെ നിങ്ങൾക്ക് റിവ്യൂ പ്രോഡക്റ്റ് അയച്ചു തരും. ചിലർ ആ റിവ്യൂ പ്രോഡക്റ്റ് തിരിച്ചെടുക്കുക പോലുമില്ല. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ആ റിവ്യൂ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതിനു വേണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസ്ക് എടുക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കുറച്ച് ക്യാഷ് മുടക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്പോൺസർഷിപ്പുമായി നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുക. എത്രയും ഈസി ഒന്നല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കെന്നെ അറിയാം. നല്ല ടഫ് എന്നല്ല, നല്ല റിസ്ക് എടുക്കുന്നുണ്ട്. നല്ല റിസ്ക് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു 4 മെത്തേഡിലൂടെ പണം ഏൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം എന്നല്ല, യൂട്യൂബ് ആയാലും ഇനിയിപ്പോൾ ഏതൊരു സോഷ്യൽ മീഡിയ ആണെങ്കിലും റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ ഒരു നാളെ പൈസ വരുന്നില്ല. ചിലപ്പോൾ നിങ്ങളൊരു അക്കൗണ്ട് വാങ്ങിയിട്ട് വിൽക്കണമെങ്കിൽ അതായിരിക്കും ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള മെത്തേഡ്. പുതുതായിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ചെയ്യുക, ആ ഒരു അക്കൗണ്ടിൽ അത്യാവശ്യം ഫോളോവേഴ്സിന് വന്നതിന് ശേഷം അക്കൗണ്ട് മറിച്ച് വെക്കുക. ഇങ്ങനെ വിൽക്കണമെങ്കിൽ തന്നെ ആ ഒരു അക്കൗണ്ടിന് മിനിമം 2000-3000 ഫോളോവേഴ്സ് വേണം. അപ്പം നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ, അതായത് നിങ്ങൾ സാധാരണ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്ന ടൈം കുറച്ച് ടൈം എന്ത് ചെയ്യുക, ഈ ഒരു അക്കൗണ്ടിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ അക്കൗണ്ടിന് റീച്ച് കൊണ്ടുവരാൻ വേണ്ടി കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വെറും 2 മാസം കൊണ്ടൊക്കെ ഈസി ആയിക്കൊണ്ട് തന്നെ ഓരോ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് തിരിച്ച് വിൽക്കാവുന്നതാണ്. 2 മാസം വേണ്ട, 1 മാസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് വിൽക്കാവുന്നതാണ്. റീച്ച് വന്ന് തുടങ്ങിയ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ഒരു എമൗണ്ട് കിട്ടണമെങ്കിൽ 2-3-4 മാസമൊക്കെ ചിലപ്പോൾ ഒരു വർഷം 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിക്കൊണ്ട് മാസമൊക്കെ എമൗണ്ട് കിട്ടിയത് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നിന്നാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. പുതിയതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഓൺ ഓപ്ഷനോട്ട് മാറ്റുക. നമ്മൾ ഡയലി ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.